ബിഗ് ബോസ് ഹൗസിൽ കൊമ്പ് കോർത്ത് രേണു സുധിയും അനീഷും. രേണു ഉറങ്ങാനായി കണ്ണടച്ചു എന്ന് അനീഷ് ആരോപിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള തർക്കം ആരംഭിച്ചത്. പിന്നാലെ ആരാണ് സുധി എന്നുള്ള അനീഷിന്റെ ചോദ്യം വന്നതോടെ രേണു എല്ലാ നിയന്ത്രണവും വിട്ട് പ്രതികരിച്ചു. ലിവിംഗ് റൂമിൽ ബീൻ ബാഗിൽ രേണു കിടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം. ആദ്യം അനുവിനോട് തർക്കിക്കുകയായിരുന്നു അനീഷും. മൈക്കിലെ ബാറ്ററി മാറ്റാത്തതിന് അനുവിന് ഉത്തരവാദിത്വമില്ല എന്നും സെലിബ്രിറ്റിയായി നടക്കാതെ ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങൂ എന്നൊക്കെയാണ് അനീഷിന്റെ വാക്കുകൾ വന്നത്. വിട്ടുകൊടുക്കാതെ അനുവും പ്രതികരിച്ചു. അതിന് പിന്നാലെയാണ് രേണുവിനെതിരെ അനീഷ് തിരിയുന്നത്. രേണുവിനെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അനീഷും എത്തി. രേണു തിരിച്ചടിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. ഞാൻ കണ്ണടയ്ക്കും തലകുത്തിയും നിൽക്കും, താൻ തന്റെ കാര്യം നോക്കണോ എന്ന് രേണുവും പറഞ്ഞു. എന്റെ പേര് ആദ്യം ശരിയായിട്ട് വിളിക്കാൻ രേണു അനീഷിനോടും പറഞ്ഞു. രേണു എന്നാണ് രേണുവിനെ അനീഷ് വിളിച്ചിരുന്നത്. ഈ സമയം രേണു മോളെ എന്ന് വിളിച്ച് അനീഷിന്റെ പരിഹാസവും വന്നു. രേണു സുധി എന്ന് വിളിച്ചാൽ മതി എന്ന് രേണുവും പറഞ്ഞു. ഇതോടെ സുധി ആരാണ് എന്നായിരുന്നു അനീഷിന്റെ ചോദ്യം. ഇത് രേണുവിനെ കൂടുതൽ ചൊടിപ്പിക്കുകയും ചെയ്തു. സുധി ചേട്ടന്റെ പേര് തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞ് രേണു അനീഷിനെതിരെ വാക്കുകൾ കടുപ്പിച്ചു. ആ രീതിയിലുള്ള സംസാരം വേണ്ട, മരിച്ചുപോയ ആളെ എന്തിനാ വിളിക്കുന്നേ എന്നാണ് രേണു ചോദിച്ചത്. അനീഷ് നാണം കെട്ടവനാണ് എന്നും അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമെന്നും രേണു ബിഗ് ബോസിനോട് പറഞ്ഞു. ഈ ആഴ്ച ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീ മാറുമല്ലോ എന്ന് അനീഷിനോട് രേണു പറഞ്ഞപ്പോൾ എന്നും ഞാൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്നും ഹൗസിലുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുമാണ് അനീഷ് തിരിച്ചടിച്ചത്. ഇതിനിടയിലാണ് രേണു ഫയർ ആണെന്നും രേണുവിനോട് പിടിച്ചു നിൽക്കാൻ അനീഷിനാവില്ല എന്ന് പറഞ്ഞ് ഷാനുവാസും എത്തി.